അലസ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ പഴയൊരു പായസം കിട്ടിയ കഴിഞ്ഞ ഓണത്തിന് പായസം കിട്ടിയ പാത്രം അതെടുത്തു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളറുകൾ പെയിൻറ്റുകൾ അതെല്ലാം എടുത്ത് ഞാൻ ഒരു വർക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ബ്രഷുകളും കൂടിയുണ്ട്, അതും കൂടി എടുത്ത് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. കാണിച്ചു തരാം കേട്ടോ. വെറുതെ പെയിൻറ്റുകൾ കോരി ഒഴിച്ചോളൂ, അല്ലാതെ ഒരു ഡിസൈൻ വർക്കൊന്നും ഇതിൽ ഞാൻ ചെയ്തു എന്ന് പറയാനില്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും എനിക്കിഷ്ടമായി. ഇത് കണ്ടോ, ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പദ്ധതി. മണി പ്ലാന്റ് ഒരു പാത്രത്തിൽ നിന്നിട്ടത് ഭയങ്കരമായിട്ട് മുഷിഞ്ഞു. അപ്പോൾ എന്നും ഞാൻ വിചാരിക്കും അതിനെ ഒന്ന് പുതിയ പാത്രത്തിലേക്ക് പറിച്ച് വെക്കണം എന്ന്. അത് ഇപ്പോഴാണ് അതിനുള്ള സമയം കൈവന്നത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. ഓണം വരെയല്ലേ, ഒക്കെ എല്ലാം ഒന്ന് ഫ്രഷായിരിക്കട്ടെ. നല്ല പുതിയ പാത്രത്തിൽ സുന്ദരിയായിട്ട് എൻ്റെ മണി പ്ലാന്റ്. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിമോഹങ്ങളൊന്നും ജീവിതത്തിലില്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. അതെന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ പൈസ ഞാൻ പാവങ്ങളായിട്ടുള്ള ആളുകളെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യും. മക്കൾ 2 പേരുണ്ട്. രണ്ടാൾക്കും നാഗ സൈലന്തിരി പറയുന്ന പോലെ കൈകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, വിരലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യമൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ കാര്യം നോക്കിക്കോളും. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലൊരു വീടുണ്ട്, ദൈവം തന്നതാണ് കേട്ടോ, വീടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ ഇനിയില്ല. ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, ഒരു 2-3-4 വർഷം മുന്നേ ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെ ജീവിക്കും എന്നോർത്ത് ആത്മഹത്യ ചെയ്യാനും പേടിയാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ചിന്തിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയത് കേട്ടോ. പക്ഷേ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പക്ഷേ വലിച്ച് തിരിമറി അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, അങ്ങനെ ഇങ്ങനെ ഏതാണ്ട് എൻ്റെ ബാധ്യതകളൊക്കെ അവസാനിക്കാനായിട്ട് പോവാണ്. മക്കൾ 2 എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവരെ എൻ്റെ കടമകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം അധികം വിദൂരമല്ലാതെ മോണിറ്റൈസേഷൻ നടക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നടക്കട്ടെ, നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മുഴുവൻ എന്നല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടുന്നത് മുഴുവൻ എന്നല്ല, പക്ഷേ ബുദ്ധിമുട്ടറിഞ്ഞ് ഞാൻ ആളുകളെ സഹായിക്കും, കണ്ടറിഞ്ഞ് സഹായിക്കും. നമുക്കൊരാളെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ വന്ന വഴികളും നമ്മൾ അനുഭവിച്ച വേദനകളൊക്കെ അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞാനും എന്നെപ്പോലെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ കൈ പിടിക്കും എന്ന് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ കേട്ടോ. അത്രയ്ക്കും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാണല്ലോ, പറയാൻ പറ്റില്ല. അത്രയേറെ ഒരു നമ്മൾ മരണത്തെ മുഖാമുഖം കാണുന്ന സമയങ്ങൾ. പക്ഷേ ചിലരൊക്കെ മറ്റുള്ളവരുടെ ചീത്ത കേട്ടും വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റാണ്ടൊക്കെ ദൈവം അനുഗ്രഹിച്ച് ആരും എന്നെ ഇതുവരെ അങ്ങനെ ചീത്ത പറയേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പലരും വിചാരിക്കും ഉണ്ടായിട്ട് കൊടുക്കാത്തായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ കൈകളിലേക്ക് കിട്ടാത്തൊരു അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ
നമുക്ക് ചുറ്റിനുണ്ട്. നമ്മൾ അവരെയൊക്കെ ഒന്ന് കണ്ടെത്തി അവർക്കൊരു ആവണം എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.